അപ്പാ നമ്മൾ പുറത്തു പോകുമ്പോൾ കുറേ വീടുകളിൽ പോകില്ലേ, അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് കുറേ ആൾക്കാരും വൈറ്റ്, ബേജ് അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് മാർബിൾസും ടൈൽസും ആയിട്ട് യൂസ് ചെയ്യുന്നത്? ലൈറ്റ് കളർ എന്ന് പറയുമ്പോൾ വൈറ്റ്, ബേജ് അങ്ങനെ കളറല്ലേ, അതൊക്കെ നമ്മൾ ഈ ഫ്ലോറിൽ യൂസ് ചെയ്യുമ്പോൾ ഫ്ലോർ ചെറിയ ഏരിയ ആണെങ്കിൽ, ഇപ്പോൾ നമ്മളെ റൂമുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഹാള്, ലിവിങ് അങ്ങനെ സംഭവങ്ങൾ കുറച്ച് ചെറുതാണെങ്കിൽ ഈ ലൈറ്റ് കളർ വീഴുമ്പോൾ അതിനൊരു വിശാലത, എന്നാൽ ഡെപ്ത് ഫീൽ ചെയ്യും. ആ സ്ഥാനത്ത് ആ ചെറിയ ഏരിയകളിൽ ഈ ഡാർക്കാണ് വന്ന് വീഴുന്നെങ്കിൽ ഒരു കഞ്ചസ്റ്റഡ് ഫീൽ ചെയ്യും. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മളെ ആർക്കിടെക്ട്സ് ഒക്കെ അല്ലേ കൂടുതൽ ഇപ്പോൾ നമ്മുടെ കാണുന്ന വീടുകളൊക്കെ പോകുമ്പോൾ ഉണ്ട് കുറേ വുഡിൻ്റെ വർക്കുകൾ, അതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിന് കൂടുതലും കോമ്പിനേഷൻ ബേജ് കളറാണ്. ഈ ബേജ് കളർ ഫ്ലോറിൽ വീണിട്ട് വുഡിൻ്റെ കളർ വാളിലും ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെയാണ് കൂടുതലും നമ്മൾ വൈറ്റും ബേജൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാണ്ട് ഡാർക്കിലേക്ക് വന്നത്? എനിക്കറിയാം ചോദിക്കും എന്നുള്ളത്, ഞാനതിപ്പോൾ വിചാരിച്ചുള്ളൂ. നമ്മുടെ ആർക്കിടെക്ട് നമുക്ക് തന്ന ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് ആ തന്ന കളർ തീമില്ലേ, അത് നല്ല രസമായിട്ട് നമ്മൾ ഫ്ലോറിൽ മാത്രമല്ലോ നമ്മുടെ വീട്ടിൽ വാളുകളിലും കുറേ മാർബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലിവിങ്ങിലായാലും ഡൈനിങ്ങിലായാലും ചുമരിൽ അത്യാവശ്യം മാർബിൾ യൂസ് ചെയ്തില്ല നമ്മൾ. ആ കളറും ഫ്ലോറിൻ്റെ കളറും തീം മാച്ചായിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ വർക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ വീടിനെ കുറിച്ച് പറയുകയെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെളിച്ചം കൂടുതലല്ലോ, ശ്രദ്ധിച്ചില്ല. അപ്പം നമ്മുടെ ലിവിങ്ങിൽ തന്നെ 2 ചുമര് ഫുള്ള് വിൻഡോ ആണ്, ഹാളിലാണെങ്കിൽ ഫ്രണ്ട് ചുമര് മൊത്തം വലിയ വിൻഡോ ആണ്, ഡബിൾ ആയിട്ട് അങ്ങനെയൊക്കെ വരില്ലേ. അപ്പോൾ ഈ വെളിച്ചം കൂടുതലുള്ള ഭാഗത്ത് സ്വല്പം ഡാർക്ക് വീഴുമ്പോഴാണ് അതിന് ഭംഗി വരിക. അപ്പോൾ ഓരോ വീടിൻ്റെയും പൊസിഷൻ നോക്കണം നമ്മൾ. ഉള്ളിൽ വെളിച്ചം കുറവുണ്ടാ, ഡാർക്ക്നെസ് ഉണ്ടാ, അങ്ങനെ സംഭവം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം ഫ്ലോറിക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ. ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ ഈ ഒരു കളർ വിരിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ, എന്താ കാരണം? ആ വീടിൻ്റെ വെന്റിലേഷനും കാര്യങ്ങളും നോക്കിയിട്ടുള്ള കളർ നമ്മൾ ആർക്കിടെക്ട് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരുമായി ആലോചിച്ച് ചെയ്തുകൊണ്ട് സക്സസ് ആണ്. അങ്ങനെ ഓരോ വീടും ചെയ്യുകയാണെങ്കിൽ എല്ലാ വീടും നല്ല ഒരു പ്രീമിയം ലുക്കിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.